ചീഫ് സെക്രട്ടറി ആയതിൽ സന്തോഷമുണ്ട് എന്ന പ്രതികരണം ഡോക്ടർ എ ജയതിലക് 24-നോട് നടത്തിയിരിക്കുന്നു. ജനങ്ങളോടും സർക്കാരിനോടും നന്ദിയുണ്ടെന്നും എ ജയതിലക് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. നമ്മൾ സർവീസിൽ കയറുമ്പോൾ ചീഫ് സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലോ വർക്ക് ചെയ്യുന്നത്. വളരെ സന്തോഷം. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കൊടുക്കാനായിട്ട്. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നു കോഴിക്കോട്. ദീപക്, ചീഫ് സെക്രട്ടറിയായി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ജി.കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയതിലകൻ ചീഫ് സെക്രട്ടറി ആവുന്ന സമയത്ത് അത് നൽകുന്ന കുറേ മെസ്സേജ് ഉണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം 24-ന് ലഭിക്കുന്നത്. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് സർക്കാരിനോടും ജനങ്ങളോടുമാണ് നന്ദി എന്നുള്ളതാണ്. മറ്റൊന്ന്, നിരവധി അധികാരങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. സർവീസിൽ കയറുന്നത് ചീഫ് സെക്രട്ടറി ആണെന്ന് കരുതിയല്ല. അതിൽ വലിയ സന്തോഷം. ചീഫ് സെക്രട്ടറി ആവുക, ഒരു സംസ്ഥാനത്തിലൊരു ചീഫ് സെക്രട്ടറിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിൽ കയറുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഭാഗ്യമുണ്ടെങ്കിലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തസ്തിക, ആ തസ്തികയിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ജയതിലകനെ സംബന്ധിച്ചിടത്തോളം ജയതിലകൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും സർവീസിൽ നിരവധി ചുമതലകൾ വഹിച്ചു. കേരളത്തിലാണെങ്കിൽ അദ്ദേഹം റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി, അതിനുശേഷം ധനവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ആ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആകുന്നത്. മനോജ് ജോഷി താല്പര്യമില്ലെന്ന് പറയുന്നു. സീനിയോറിറ്റിയിൽ മനോജ് ജോഷിയാണ് മുൻപിൽ, പക്ഷേ അദ്ദേഹം താല്പര്യമില്ലെന്ന് പറയുന്നു. അങ്ങനെ ചീഫ് സെക്രട്ടറിയായി ജയതിലകൻ വരുന്നു. ആ ജയതിലകൻ്റെ ആദ്യ പ്രതികരണത്തിൽ അദ്ദേഹം നന്ദി പറയുന്നു ജനങ്ങളോട്, കേരള സർക്കാരിനോടും. ജി.കെ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി എ ജയതിലക് കേരള കേഡറിലെ രണ്ടാമത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക്. ഏറ്റവും സീനിയറായ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള മനോജ് ജോഷി സംസ്ഥാനത്തേക്ക് മടങ്ങിവരാൻ വിസമ്മതം അറിയിച്ചതിനെ തുടർന്നാണ് ജയതിലകിന് ചീഫ് സെക്രട്ടറി പദത്തിലേക്ക് വഴിയൊരുങ്ങിയത്.